വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം സൂവിലാണ്. ഞാനും ഹേസ ബേബിയും നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം സൂവിൽ. ഇവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ ഒന്ന് ആസ്വദിക്കാം. ബേബി ഉറങ്ങിപ്പോയി. നമ്മുടെ മെയിൻ ഉദ്ദേശം അവളെ കാണിച്ചു കൊടുക്കലായിരുന്നു സൂവ്, പക്ഷേ ആൾ ഉറങ്ങിപ്പോയി ഗൈസ്. സാരമില്ല, എണീക്കുമ്പോൾ കണ്ടോളും. ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് ഗൈസ്, ചിലപ്പോൾ മഴ പെയ്യായിരിക്കും. അപ്പോൾ ഇതാണ് ഗൈസ് ടിക്കറ്റ് കൗണ്ടർ. അല്ലല്ല, സൂവിലെത്തി, ടിക്കറ്റൊക്കെ എടുത്തു. എന്താണ് ചൂടുണ്ട് അല്ലേ? ചൂടായപ്പോൾ ഓൾക്കെന്താ ഭയങ്കര ദേഷ്യം വരികയാണ്. ഇൻഫോർമേറ്റീവ് വീഡിയോ. ഞാൻ ഒരു കാര്യം ഇൻഫർമേഷൻ ചെയ്തുതരാം. ഇതുപോലെ നിങ്ങൾ ബോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ കൗണ്ടറിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് വാങ്ങിക്കണം. ഫുഡൊക്കെ ഇതുപോലെ അവരൊരു കവർ തരും, അതിനകത്തിട്ട് വേണം ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ എത്ര സൂ എൻട്രൻസ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, രണ്ട് ഓപ്ഷനാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തുന്നത് കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് സൂ എൻട്രൻസ് ആണ്. പോക്കാണ് ഗൈസ്. മിക്സ് എന്താണ് കാണുന്നത്? My friends, no thanks. Cat Portugal ആണ് ഗൈസ്, കാറ്റ് പോർച്ചുഗൽ. കാട്ടുപോത്തിനെ കാണാനല്ലേ? എടാ എൻ്റെ ഒരു ചായ ഇല്ലേ? ഒളിച്ചു നിൽക്കുന്ന ചങ്ങായിയെ കണ്ടോ ഗൈസ്? അവിടെ ഒരു വാട്ടർഫോളും സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഗൈസ്. അവിടെ എന്താണോ അവിടെ ഉള്ളത് ഞങ്ങൾ വേർത്ത് കുളിച്ചു ഗൈസ്. വിഷറി എടുത്ത് വരണം ഗൈസ് അല്ലേ? എടാ എനിക്കൊരു റീലെടുത്തത്, ഞങ്ങൾ വെറുതെ റീല്. ഓക്കെ, ഈ വഴി നല്ല കാണിക്കണേ. അപ്പോൾ കഴിച്ച് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. മഴ വരുമ്പോൾ കയറി ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് മെല്ലെ പോകാൻ തുടങ്ങുകയാണ്. കുറേ ബേർഡ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വൾച്ചർ ആണ്. നമുക്ക് ഇതിനെ കാണാൻ പോകാം. സ്മൂത്ത് കോട്ടഡ് ഒട്ടറോ. ഇതൊക്കെ അതന്നെ പറ്റുള്ളൂ, വേറെ കരയില് പറ്റില്ല. മനുഷ്യനെ കടിച്ചൂലേ?
അങ്ങനെ കാട്ടിലെ രാജാവിനെ നമ്മൾ കണ്ടു. കാട്ടിലെ രാജാവ് ഉറങ്ങാൻ പോവുകയാണ്. ഉണ്ടോ ട്രിവാൻഡ്രം സൂവിൽ അത്യാവശ്യം ഒരുപാട് ആനിമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ബട്ടർഫ്ലൈ അങ്ങനെ ഒരുപാട് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആനിമൽസിനെയൊക്കെ കണ്ടു. ഞങ്ങൾ ഹാപ്പിയായി. പിന്നെ ഇതിൻ്റെ പുറത്ത് തന്നെ, ഈ കാഴ്ച ബംഗ്ലാവിൻ്റെ പുറത്ത് തന്നെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ ഞങ്ങൾ ഒരു ഡേ ഫുള്ള് ഞങ്ങൾ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. ഈ സൂവിൽ അത്യാവശ്യം ഒരുപാട് അനിമൽസ് ഉണ്ട്. ഒക്കെ അതിൻ്റേതായ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന ഓരോരോ സ്ഥലത്ത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ കയറിയിരിക്കാനൊക്കെ ഒരു സൗകര്യമൊക്കെ അവർ കുറേ സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം സൂ പോയി കണ്ടിട്ടില്ലാത്തവർ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്യാവശ്യം നല്ല വലുപ്പവും ഒരുപാട് അനിമൽസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൂവിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ ബാക്കി വീഡിയോ കണ്ടു. നമ്മളൊക്കെ നോക്കി കൊതി വിടുന്ന ലയണിനെ കണ്ടോ? എൻ്റെ വാലെങ്കിലും ഇറങ്ങും.
ഉദ്ദേശമുണ്ട്. ഒന്ന് കാറ്റ് കൊള്ളാൻ, രണ്ട്